ഓക്കെ, അപ്പൊ നമുക്ക് മെഡിറ്റേഷനുള്ള സമയമാണ്. എല്ലാവരും മെഡിറ്റേഷന് റെഡി ആവാം. സോ എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കാം. മെല്ലെ ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കോൺഷ്യസ് ആയിക്കൊണ്ട് ബ്രീത്ത് എടുത്തു വിട്ടുകൊണ്ടിരിക്കാം. വളരെ സാവധാനം ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട്. പതിയെ നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കാം. Once again, take a deep breath in. Breathe out. Take a deep breath in. Hold on. Breathe out. നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ശ്വാസം എടുക്കാൻ സാധിക്കുന്നുണ്ട്. നൗ ശ്വാസം ഒന്നുകൂടെ ഡീപ്പായിട്ട് എടുക്കാം. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ഇൻ. Hold on. Breathe out. Once again, take a deep breath in. Breathe out. പതിയെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് നിരീക്ഷിക്കാം. ഡിസ്ട്രാക്ഷൻസ് വരുന്ന സമയത്ത് മെല്ലെ അതിനോടൊരു ബൈ എന്ന് പറയുമ്പോൾ അതെല്ലാം മാഞ്ഞു പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. ശ്രദ്ധ മാറുമ്പോഴേക്കും വീണ്ടും ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കാം. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ഇൻ. ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട്. Take a deep breath in. Hold on and breathe out. നിങ്ങൾക്കിപ്പോൾ നന്ദി പറയാൻ 10 കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം.
നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ ശ്വാസം, നിങ്ങളുടെ ശരീരം ഇതുപോലെ മനസ്സറിഞ്ഞ് നന്ദി പറയാൻ 10 കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഓരോന്നിനും മനസ്സിൽ അറിഞ്ഞുകൊണ്ട് നന്ദി പറയാം. Once again, take a deep breath in. Hold on and breathe out. Breathe in. Hold on and breathe out. Once again, take a deep breath in. നിങ്ങൾക്ക് ഈ ഒരു നിമിഷം തന്നതിന് നിങ്ങളുടെ ക്രിയേറ്ററിനോട് താങ്ക് യു പറയാം. താങ്ക് യു മൈ ക്രിയേറ്റർ ഫോർ ദിസ് മൊമെന്റ്. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. Take a deep breath in. Hold on and breathe out. ആദ്യമുള്ളതിനേക്കാളും കൂടുതൽ പോസിറ്റീവ് എനർജിയോടുകൂടി നിങ്ങൾക്ക് തിരിച്ചു വരാം. ഓക്കെ, എല്ലാരും തിരിച്ചെത്തിയോ? തിരിച്ചെത്തിയ ആൾക്കാരൊക്കെ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു മറിയം. അപ്പോ മെഡിറ്റേഷൻ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. താങ്ക് യു നസീറ. ഓക്കെ, താങ്ക് യു ഫെബിന. അപ്പോ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് സെഷൻ എടുക്കുന്നത് ഞാനാണ്. ഒരുപാട് ഹാപ്പിയാണ്, താങ്ക്ഫുൾ ആണ്, ഗ്രേറ്റ്ഫുൾ ആണ് ഫാരിഷ മാമിനോട്. കാരണം ഇങ്ങനെ ഒരുപാട് പേരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുക, അവരുടെ അടുത്ത് അറിവുകൾ പകർന്നു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ഗുഡ് ഫീലിംഗ് ആണ്. ഫെബിന പറഞ്ഞതുപോലെ ഗുഡ് ഫീലിംഗ് ആണ്. ഞാൻ ഈ ഒരു ജേണിയിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും എന്നെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താണ് എന്റെ പർപ്പസ് എന്നുള്ളത് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്റെ സെൽഫിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോ എനിക്ക് എന്നെ ഗൈഡ് ചെയ്യാൻ ഒരുപാട് ആളുകൾ വന്നു. എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരുപാട് ആളുകൾ വന്നു. അതിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് ഫാരിഷ എന്ന് പറയുന്നത്.
അപ്പം അവരുടെ ആഹ് അടുത്ത് ഇങ്ങനെ ഒരു അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അപ്പോ എല്ലാവരും എന്നെ പോലെ ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചായിരുന്നു പറയണം എന്ന് വിചാരിച്ചിരുന്നത്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സമയത്ത് പലരും കേട്ടിട്ടുണ്ടായിരിക്കും ആ ഒരു വാക്ക്, അല്ലെ? പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതിലേക്ക് പലരും എത്തിയിട്ടുണ്ടായിരിക്കില്ല. നമ്മളിപ്പോ ജീവിതത്തിൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരിക്കും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഇന്ന് ചെയ്യാൻ എന്തൊക്കെയുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. പക്ഷെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് മുതലാണ് നമ്മുടെ ജീവിതം മാറി മറിയുന്നത് എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നതിന്റെ മുൻപ് ഞാൻ ജീവിതത്തിനെ കുറിച്ചൊന്ന് പറയാം. ഇപ്പൊ ജീവിതത്തിനെ കുറിച്ച് എന്താണ് ഇപ്പൊ പറയാനുള്ളത് എന്ന് ചിന്തിക്കേണ്ട. ഞാൻ വെറുതെ ജീവിക്കുന്നതിന് പകരം കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഇപ്പൊ സ്റ്റഡീസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഒരുപാട് ആളുകൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചിട്ടും മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ഇതുപോലെയുള്ള പ്രാക്ടീസസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോൺഷ്യസ് ലിവിങ് എന്ന് പറയുന്നത്. കോൺഷ്യസ് ലിവിങ് എന്നുള്ള ലിറ്ററൽ മീനിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന് പറയും. അതായത് ഞാൻ ശാരീരികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മാനസികമായിട്ട് ഞാൻ എവിടെയാണ് എന്നൊരു ചോദ്യമുണ്ട്, അല്ലെ? നമുക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രവൃത്തിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ശാരീരികമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നത് മുതൽ, നമ്മള് കുളിക്കുന്നത് മുതൽ, ഭക്ഷണം കഴിക്കുന്നത് മുതൽ ശാരീരികമായിട്ട് ശരീരത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മാനസികമായിട്ട് നമ്മൾ എവിടെയാണ് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, ഓ ഇന്ന് ഇനിയിപ്പോ സ്കൂളിൽ പോകണം, ഇന്ന് ഇനിയിപ്പോ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഇന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന രീതിയിലാണ് എഴുന്നേൽക്കുന്നത്. പക്ഷേ അതിനു പകരം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് മൈൻഡ്ഫുൾ ആവാൻ ശ്രമിക്കുന്ന സമയത്ത്, ഇപ്പൊ ഫാരിഷ മാമ നിങ്ങൾക്ക് മെഡിറ്റേഷന്റെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ സെഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് മെഡിറ്റേഷൻ ചെയ്തു. ഇതിന്റെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരാ എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തു പോകുമ്പോൾ ചില ആൾക്കാർ സെഷനിൽ ഇരുന്നിട്ട് ചിന്തിക്കും, ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫുഡ് കഴിക്കണമല്ലോ, ഡിന്നറിന് എന്താ കഴിക്കുക, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ പകൽ എപ്പോഴെങ്കിലും ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ, പക്ഷെ ഇന്ന് അത് ചെയ്തത് നന്നായില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാമായിരുന്നു എന്ന രീതിയിൽ ചിന്തകൾ പോകുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ ഒരു മൊമെന്റിലല്ല ജീവിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്? നമ്മളെ മാനസികമായിട്ട് വേറെ എവിടെയോ ആണ്. അപ്പൊ നമ്മൾ കോൺഷ്യസ് ലിവിങ് എന്ന് പറയുന്ന സമയത്ത് ലിവ് ഇൻ ദ പ്രസന്റ് എന്നുള്ളതായിരിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ പാസ്റ്റിൽ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഫ്യൂച്ചറിലുള്ള ടെൻഷൻസോ അല്ലെങ്കിൽ അത് എന്താകും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ആകുലതകൾ കൊണ്ട് നടക്കുന്നില്ല. നമ്മൾ പ്രസന്റിൽ എന്താണോ അതിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ടെൻഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നില്ലേ, ലിവ് ഇൻ ദ മൊമെന്റ് എന്ന് പറയും. ഇത് നമ്മൾ വെറുതെ സ്റ്റാറ്റസിൽ പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, പ്രാക്ടീസ് ചെയ്യാണ്. അതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വേർഡ് പറയുമ്പോൾ അതൊരു പ്രാക്ടീസ് ആണ്, അല്ലെ? സോറി, അതൊരു പ്രാക്ടീസ് ആണ്. നമ്മൾ ചെയ്യുന്ന ആക്ഷനിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇത് നമ്മൾ ചെയ്തിട്ട് ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലേക്ക് എത്തേണ്ടതുണ്ട്. അവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിനെ കുറിച്ചിട്ട് ആകുലതകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളവിടെ ഒരു ഓഫ് കോഴ്സ് ഗ്രേറ്റ്ഫുൾ അല്ല. കാരണം നമ്മൾ ഇന്നൊരു ദിവസം എനിക്ക് പുതിയതായിട്ട് ഒരു അവസരം കിട്ടി എന്നുള്ളതിനുള്ള താങ്ക് യു നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല. കാരണം നമുക്കൊരു ദിവസം നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഇപ്പം മണിക്കൂറുകൾ അല്ലെങ്കിൽ
മിനിറ്റുകൾ, സെക്കൻഡുകൾ കാൽക്കുലേറ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നു 86,400 അതാണ് തോന്നുന്നു. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത്രയും സെക്കൻഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ദിവസം. ഇതിൽ ഒരു സെക്കൻഡ് നമ്മൾ താങ്ക് യു എന്ന് പറയാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് നമ്മുടെ ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറഞ്ഞ മൈൻഡിന്റെ അവസ്ഥ. അപ്പൊ നമ്മള് ശരീരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ശരീരം കൊണ്ട് എഴുന്നേൽക്കാണ്, ബ്രഷ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ മാനസികമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അവിടെ നമ്മൾ ഒന്ന് പോസ് ചെയ്ത് ഞാൻ ബ്രഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ കൈ കൊണ്ട് ബ്രഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. നമ്മളിപ്പം കൈ ഇങ്ങനെ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മളെ ശരീരം പ്രവർത്തിക്കണം എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബയോളജിയിൽ നമ്മൾ ശരീരത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ശരീരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെ. ഓരോ അവയവവും മൂവ് ചെയ്യുന്നത് ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഇത് ഒരു കൈ നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം താങ്ക് യു പറയണം അല്ലെ. അപ്പൊ ഞാന് ഒരു കാര്യം മാത്രം എടുക്കാണ്. അപ്പൊ ഞാൻ ബ്രഷ് ചെയ്യുന്നത് പറഞ്ഞു, ബ്രഷ് ചെയ്യാൻ എൻ്റെ കൈ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് വെള്ളം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം മാത്രം നമ്മൾ താങ്ക് യു പറയാൻ എടുക്കാണ്. പക്ഷേ ആ മൊമെന്റിൽ പോലും താങ്ക് യു പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതായത് ഒരു മൊമെന്റിൽ നമ്മൾ താങ്ക് യു പറയാൻ എടുക്കുന്നത് ഒരു സെക്കൻഡ് അല്ലെ, ഒരു സെക്കൻഡ് ആയിരിക്കും. പക്ഷെ ആ സെക്കൻഡിൽ ഒരു 10,000-ഓളം കാര്യങ്ങൾ താങ്ക് യു പറയാൻ വേണ്ടി നമ്മളെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്. നമുക്ക് ശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നില്ല, പക്ഷെ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ആ എടുക്കുന്ന സമയത്തും താങ്ക് യു പറയാനുള്ള അവസരങ്ങളാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് വെറുതെ നമ്മളിങ്ങനെ ഓട്ടോയിൽ പോയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ എവിടേക്കെങ്കിലും പോവാണെന്ന് ഇമാജിൻ ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ ഇറങ്ങി നമ്മൾ ക്യാഷ് ഒക്കെ കൊടുത്തു, അവരുടെ അടുത്ത് നമ്മൾ താങ്ക് യു പറയാണ്. അപ്പൊ ചോദിക്കും എന്തിനാ താങ്ക് യു പറഞ്ഞത് അല്ലെ. അപ്പൊ എന്താ സംഭവിച്ചത്, അവിടെ നമ്മള് ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് ആഗ്രഹിച്ച സമയത്ത് ആ എവിടെന്നോ ഒരു ഓട്ടോ വന്നു, നമ്മൾ അതിൽ കയറി, ആ ഓട്ടോ ഉള്ളത് കൊണ്ട് നമുക്ക് ആ സ്ഥലത്ത് എത്താൻ പറ്റി, നമ്മളുടെ ആവശ്യം പൂർത്തീകരിച്ചു. അപ്പൊ നമ്മൾ അവിടെ താങ്ക് യു പറയേണ്ടതുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കാണ് എനിക്ക് കുറച്ച് വെള്ളം വേണം, ദാഹിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഷോപ്പിൽ കയറിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ജ്യൂസ് ഓർഡർ ചെയ്യാണ്. ഇപ്പൊ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് പോസ് ചെയ്യാം. കാരണം നമ്മൾ എവിടെയോ ആയിരുന്നു, നമ്മളൊരു ഷോപ്പിൽ കയറി നമ്മൾ ജ്യൂസ് കുടിക്കാണ്. പോസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ആലോചിക്കാം, ഈ ജ്യൂസിലുള്ള വെള്ളം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇതൊക്കെ എവിടെന്നോ വന്നിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ ഒരിക്കലും ഇന്ന സമയത്ത് ആഗ്രഹിച്ചിട്ടില്ല, ഇന്ന സമയത്ത് എത്തുമ്പോൾ എനിക്ക് ദാഹിക്കും, എനിക്ക് ഇന്ന സ്ഥലത്ത് കയറണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവിടെ കയറാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഭയങ്കര കോ ഇൻസിഡൻസ് പോലെ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു ജ്യൂസ് ഉണ്ടാവാണ്. അപ്പൊ നമ്മൾ അത് കുടിക്കുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകണം അല്ലെ. ഇതുപോലെ നമ്മൾ ഒരു ഡേ ജീവിക്കുന്ന സമയത്ത് ഒരു 10,000-കണക്കിന് താങ്ക് യു പറയാനുള്ള ഓപ്ഷൻസ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മളെ ജീവിതത്തിൽ തിരക്കുകളിലൂടെ പോകുമ്പോൾ നമുക്കിത് ഓർത്തെടുക്കാൻ പറ്റണം എന്നില്ല. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ ഒരു പ്രാക്ടീസ് ആയിട്ട് കൊണ്ട് നടക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോ കാര്യങ്ങളിലും താങ്ക് യു പറയാനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഈ മൈൻഡ് സെറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന സമയത്താണ് ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ ഒരു പ്രാക്ടീസ് ആയിട്ട് കൊണ്ടുവരേണ്ടത് ഒരു അത്യാവശ്യമാകുന്നത്. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ നാളെ ആകുന്നത് എന്ന് പറയും അല്ലെ. നമ്മളുടെ ചിന്തകൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഫ്രൈഡേ ടോക്കിൽ അദീപ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തോട്ട്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ആകും അല്ലെ. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ മൊമെന്റിൽ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ നമ്മളുടെ ലൈഫിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എന്റെ ചിന്തകളാണ് എന്റെ ഭാവിയിലുള്ള അല്ലെങ്കിൽ എന്റെ ചിന്തകളെ രൂപപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ എന്റെ ചിന്തയിലേക്ക് നോക്കുന്നു, ഈ ചിന്ത എങ്ങനെയുള്ളതാണ് എന്നുകൂടെ ഞാൻ നോക്കണ്ടേ. ഞാൻ ചിലപ്പോ പരാതികൾ പറഞ്ഞ്, പരിഭവങ്ങൾ പറഞ്ഞ്, ടെൻഷനായി ഈ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് ഭാവിയിൽ എങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടാം അല്ലെ. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്യണം, ഒന്ന് പോസ് ചെയ്തിട്ട്
ഇന്ന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നു. എന്തിനാണ്? എനിക്ക് ഇപ്പൊ നന്നായിട്ട് കോൺഷ്യസ് ആയിട്ട് ജീവിക്കാനും ഭാവിയിൽ എനിക്ക് നല്ല ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടും. അപ്പൊ നമ്മൾ അവിടെ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സംഭവം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെല്ലെ മെല്ലെ നമ്മളെ ചിന്തകളിൽ മാറ്റം വന്നു തുടങ്ങി. നമുക്കറിയാം, നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ റീവയറിംഗ് നടക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു, ഞാൻ റീൽസിൽ നോക്കുന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു. അതിൽ പുതിയ ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളെ ന്യൂറോൺസിലൊക്കെ റീവയറിങ് നടക്കുന്നത് എന്ന്. അപ്പൊ ആ രീതിയിൽ നമ്മളെ ബ്രെയിനിൽ ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്തും പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുന്ന സമയത്ത് റീവയറിങ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഇന്ന് ഞാൻ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ബ്രെയിനിൽ റീവയറിങ് നടക്കുകയാണ്. എങ്ങനെയുള്ളതാണ്? ഗ്രാറ്റിറ്റ്യൂഡിന്റെ റിവൈവിംഗ് ആണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സന്തോഷം, ഒരു സമാധാനം, നമ്മളെ മൈൻഡിന് കൂടുതൽ സമാധാനം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അതിനിപ്പോ എന്റെ ലൈഫിൽ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളതെന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ, ഞാൻ നേരത്തെ ബ്രഷ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അല്ലെ? അപ്പൊ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് കൈ മൂവ് ചെയ്യുന്നുണ്ട്, നമ്മളെ ചിന്തകൾ പോകുന്നുണ്ട്, നമുക്ക് ബ്രഷ് ചെയ്യാനുള്ള ബ്രഷ് കയ്യിൽ പിടിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, ഒരു സംഭവം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു, ആ ഹോൾഡ് ചെയ്ത സാധനം തിരിച്ചു വെക്കാൻ പറ്റുന്നു. ഈ രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഒരു, എന്താ പറയാ, തെറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലോയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ താങ്ക് യു പറയാനുള്ള ഓപ്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒന്നുമില്ല, നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നു. ഇപ്പം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് നല്ല രസമായിരുന്നു, ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. എന്താണ്? ഫുഡ് മാറിയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, സാധാരണ കഴിക്കുന്ന ഫുഡായിരിക്കും. പക്ഷേ അവിടെ ആ ഫുഡ് ഞാൻ കയ്യിലെടുത്തിട്ട് കഴിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയാണ്, എന്ത്, ഈ ഫുഡ് എന്റെ കയ്യിലെത്തി, അല്ലെ? എനിക്ക് എഴുതി വെച്ച, നമ്മൾ പറയും ഓരോ അരിമണിയിലും നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയും. ആ രീതിയിലേക്ക് എനിക്ക് വേണ്ടി എന്റെ ക്രിയേറ്റർ അയച്ചിട്ടുള്ള ഫുഡാണ്. അത് കഴിക്കുന്ന സമയത്ത് എനിക്ക് എനർജി കിട്ടുന്നു, അല്ലെ? അത് കഴിക്കാൻ വേണ്ടി എനിക്ക് വായ ഇങ്ങനെ തുറക്കാൻ പറ്റുന്നു. ഇങ്ങനെ ഇതിലൂടെ ഫുഡ് പോകുന്ന സമയത്ത് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നു. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കിയാൽ, ഞാൻ ഫുഡ് കഴിക്കുന്ന കാര്യം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഫുഡ് കഴിച്ചിട്ട് വായിലിട്ട് ചവച്ചു കൊടുത്താൽ മതി, ബാക്കി ഞാൻ അറിയേണ്ടതില്ല, അല്ലെ? നമ്മൾ ഒരിക്കലും ഒരു മെഷീനിൽ പോയിട്ട് നമ്മൾ ഫുഡ് ഗ്രൈൻഡ് ചെയ്ത് കഴിക്കുന്നില്ല, അല്ലെ? നമ്മൾ എന്ത് ചെയ്യാണ്? വായിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നു, ചവയ്ക്കുന്നു, ബാക്കി നമ്മൾ ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ ബാക്കി ഫുള്ള് നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പ്രോസസ് ചെയ്ത് പോവാണ്. അത് എനർജി ആയിട്ട് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ഡെയിലി ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൽ പോലും നമുക്ക് ഇത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് ജസ്റ്റ് ഇപ്പൊ ഞാൻ ഈ കമ്പ്യൂട്ടറിലേക്ക് നോക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ പേര് വായിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ മറിയം, നസീറ, ഷാഫി, ഈ രീതിയിൽ ഒരുപാട് പേരുകൾ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോ വേണമെങ്കിൽ തല ഇങ്ങനെ തിരിക്കാം, ഇങ്ങനെ തിരിക്കാം, ഈ രീതിയിലൊക്കെ എനിക്ക് മൂവ്മെന്റ് പോസിബിൾ ആക്കുന്നുണ്ട്. അപ്പൊ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ പറയാറുണ്ട്, വീട്ടിൽ ഒരുപാട് പണികളുണ്ട്, പാത്രം കഴുകണം, തിരുമ്പണം, മക്കളെ നോക്കണം. ഈ രീതിയിൽ പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് എന്തുകൊണ്ടാണ് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാകുന്നത്? നമുക്ക് കഴിക്കാനുള്ള പാത്രങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അല്ലെ? നമുക്ക് ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളല്ലേ നമ്മൾ കഴുകുന്നത്. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാൻ ഫുഡ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പാത്രങ്ങൾ കഴുകുന്നത്, അല്ലെ? ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കിയേ, എനിക്ക് ഒരുപാട് തിരുമ്പാനുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് തിരുമ്പാനുള്ളത്? എനിക്ക് മാറിയിടാൻ ഒരുപാട് ഡ്രസ്സുകൾ ഉള്ളത് കൊണ്ടാണ്, അല്ലെ? ഇനി നമ്മൾ മക്കളെ നോക്കാനുണ്ട്. മക്കളെ നോക്കുക എന്ന് പറയുന്നത്, മക്കള് ഒരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റർ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവരെ നോക്കാനും നമ്മളുടെ ലൈഫിന് ഒരു മീനിങ് കൊണ്ടു തരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അർത്ഥം കൊണ്ടുവരുന്നത് നിങ്ങളുടെ മക്കളായിരിക്കും, അല്ലെ? അതായത് ഇപ്പൊ ഫാരിഷ മാം ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ പാരന്റ്സിന് ഒരുപാട് എംപവർമെന്റ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മീനിങ് കൊണ്ടുതരുന്നത് നിങ്ങളുടെ മക്കളായിരിക്കും. അപ്പൊ മക്കളെ നോക്കണം എന്നുള്ളതൊരു
ഒരു എന്താ പറയാ ഒരു ബാധ്യത റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ കാണുന്നത് കൊണ്ട് മാത്രമാണ്. നമ്മൾ അത് നേരെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കിക്കേ, നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് മക്കളെ നോക്കാൻ വേണ്ടി സാധിക്കും. നല്ല ഹാപ്പി ആയിട്ട് പാത്രങ്ങൾ കഴുകാൻ വേണ്ടി സാധിക്കും. ചിലപ്പോ നമ്മള് ഇങ്ങനെ എന്താ പറയാ ആസ്വദിച്ച് ചെയ്യാന്ന് പറയൂലേ, പാട്ടൊക്കെ പാടി ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് ശാരീരികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ എങ്ങനെ മാനസിക തലത്തിൽ നിന്നുകൊണ്ട് ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമുക്ക് ആസ്വാദികരമാക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡിന് അത്രയും പവർ ഉണ്ട്. നമ്മൾ വേദഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട് എന്ത്, ഗ്രാറ്റിറ്റ്യൂഡ് ആണ് മോസ്റ്റ് പവർഫുൾ എന്നുള്ളത്. അപ്പൊ നമ്മൾ എനർജി ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ബിഗ്ഗസ്റ്റ് എനർജി അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെതാണ്. അപ്പൊ നോക്കിയേ, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും എന്ന് നമ്മളോട് ദൈവം പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് നിങ്ങൾ നന്ദി പറയുകയാണെങ്കിൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നന്ദി ഒരു കാര്യത്തിന് താങ്ക് യു പറയുന്ന സമയത്ത് വേറെ ഒരു കാര്യം നമുക്ക് താങ്ക് യു പറയാൻ ഒരു അവസരമായിട്ട് ദൈവം തരാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ലൈഫിലേക്ക് എന്താണ് ഒരു പ്രോസ്പെരിറ്റി വരുന്നില്ല, അല്ലെങ്കിൽ ഒരു അനുഗ്രഹങ്ങൾ കടന്നു വരുന്നില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കാം. ഞാൻ ഓൾറെഡി എൻ്റെ ക്രിയേറ്റർ എനിക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ആലോചിക്കാം. കാരണം ഒരു ഓഫീസിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫയലുകൾ നിങ്ങൾക്ക് സൈൻ ചെയ്യാനുണ്ട്. ഓക്കെ, സൈൻ ചെയ്യാൻ ഇങ്ങനെ കെട്ടിക്കിടക്കാണ്. അപ്പൊ പുതിയ ഫയലുകൾ കൊണ്ടുവന്ന് വെക്കാൻ അവിടെ സ്ഥലമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഓൾറെഡി കൊണ്ടുവന്നിട്ടുള്ള ഫയലുകൾക്കൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് അടുത്ത ഫയലുകൾ ഇങ്ങനെ വരുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ താങ്ക് യു പറയാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം, നിങ്ങൾ ഒരാളെടുത്ത് താങ്ക് യു പറയാണ്, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ അടുത്ത് താങ്ക് യു പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു ചിരി വരൂലേ. അതായത് ജസ്റ്റ് ഞാൻ നിങ്ങളോടൊക്കെ താങ്ക് യു പറയുകയാണെങ്കിൽ എനിക്ക് വീഡിയോ മോഡിൽ ഇല്ലാത്തത് കൊണ്ട് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾ എല്ലാവരും ചിരിക്കുന്നുണ്ടായിരിക്കും അല്ലെ. അതായത് എന്നോട് ഒരാൾ താങ്ക് യു പറഞ്ഞു എന്ന് പറയാണ്. അപ്പൊ അവിടെ ജസ്റ്റ് എന്താണ് കൊണ്ടുവരുന്നത്, സന്തോഷം അല്ലെ, സമാധാനം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഹാർട്ടിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ ഹാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് പോസിബിൾ ആകുന്നത്, ഹാപ്പി ആകാനും സമാധാനിക്കാനും സന്തോഷിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോസിബിൾ ആകുന്നത്. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡിന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അതിന്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ഗുണങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബ്രഷ് ചെയ്യുന്നത്, കുളിക്കുന്നത്, ഫുഡ് കഴിക്കുന്നത്, തിരുമ്പുന്നത്, കുട്ടികളെ നോക്കുന്നത്, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്താണ് ഒരുപാട് വലിയ കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് തരുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ റൂമി പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്. എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഒരു വൈന് പോലെ കുടിക്കാനാണ് പറഞ്ഞത്. വൈന് കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലഹരി പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കിക്ക് ഉണ്ടാവും അല്ലെ. അതായത് ചില ആളുകളൊക്കെ ഇങ്ങനെ ആടുന്നത് കാണാം, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ഇങ്ങനെ ഓടുന്നത് കാണാം, സന്തോഷിക്കുന്നത് കാണാം. ഇതൊക്കെ ഒരു കിക്ക് കിട്ടുന്ന സമയത്താണ്. പക്ഷേ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന ഏറ്റവും എന്താ പറയാ കിക്കുള്ള സാധനം എന്ന് വേണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിന് നമുക്ക് പറയാം. കാരണം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വീണ്ടും വീണ്ടും പറയാൻ കാരണം, നമ്മളത് എന്നും രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഓർമ്മ വരണം എന്നില്ല. കാരണം നമ്മൾ ഉറക്കത്തിന്റെ ഒരു ഇതിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തിരക്കിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നും ഓർമ്മ വരണം എന്നില്ല. പക്ഷെ ഒരു പ്രാക്ടീസ് ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇത് എപ്പോഴും നമുക്ക് മൈൻഡിൽ ഓർത്തെടുക്കാൻ പറ്റാം. അപ്പം പ്രാക്ടീസ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണ്. നിങ്ങൾ ജേർണലിംഗ് എഴുതുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് ടാസ്കുകളിലൂടെ ജേർണലിംഗ് നിങ്ങൾക്ക് ഫാരിഷ മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഒന്നുമില്ല, നമ്മളുടെ ചിന്തകളെയൊക്കെ നമ്മൾ ഒരു പുസ്തകത്തിലേക്ക് എഴുതുന്നതിനാണ് ജേർണലിംഗ് എന്ന് പറയാം. ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഒരു
ഐഡിയ കിട്ടും എന്തൊക്കെ കാര്യങ്ങൾക്ക് ഞാൻ ഗ്രേറ്റ്ഫുൾ ആകണം എന്നുള്ളത്. കാരണം നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം, അത് എഴുതാം, അതിനൊരു താങ്ക് യു എന്ന് കൂടെ അവിടെ എഴുതി കൊടുക്കാം. ഇത് നമ്മൾ ജേർണലിംഗ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ എന്തായിട്ട് മാറും, നമ്മുടെ മൈൻഡ് സെറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് മാറും. നമ്മൾ ചിലരൊക്കെ പറയാറുണ്ട് അവൾക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണ്, അല്ലെങ്കിൽ ഇയാൾക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണെന്ന് പറയും. ഏറ്റവും ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നിങ്ങൾ രാവിലെ എണീക്കാണ്, ഹായ് താങ്ക് യു, ഒരു ഡേ കിട്ടി അല്ലെ, താങ്ക് യു പറയാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് കാല് ഇങ്ങനെ നിലത്തേക്ക് എടുത്ത് വെക്കാണ്. കാല് നിലത്ത് വെക്കുമ്പോൾ എല്ലാവർക്കും സെൻസ് ചെയ്യാറില്ലേ, അതായത് നമ്മളെ തൊലീന്റെ മുകളിൽ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് സെൻസ് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് സെൻസ് ചെയ്യുന്നുണ്ട്, അതിന് നമുക്ക് താങ്ക് യു പറയാം. ഞാൻ എണീറ്റ് നിൽക്കുന്നുണ്ട്, എണീറ്റ് നിൽക്കുന്ന സമയത്ത് നമ്മളെ ബോഡി എന്ത് ചെയ്യണം, സ്ട്രെച്ച് ചെയ്യണം അല്ലെ. കുറെ നേരം ഇങ്ങനെ അനങ്ങാതിരുന്ന ഒരു ബോഡി സ്ട്രെച്ച് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് പണിയുണ്ട് അല്ലെ. അത് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, അപ്പൊ ഒരു താങ്ക് യു പറയാം. ഈ രീതിയിൽ ഓരോ മൊമെന്റിലും നിങ്ങൾക്ക് മൈൻഡിൽ താങ്ക് യു ആണ് ഓർമ്മ വരുന്നത് എന്ന് വിചാരിക്കാം. പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ ടൈം? കാരണം ഫുൾ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ് അല്ലെ. അപ്പൊ പിന്നെ അവിടെ പരാതികളെ കുറിച്ച് പറയാൻ നമുക്ക് സമയമില്ല. മെല്ലെ മെല്ലെ നമ്മൾ ചിന്തകളിൽ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ താങ്ക് യു കൊണ്ട്, താങ്ക് യു എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വേർഡ് മാത്രമാണ്. നമുക്ക് പല രീതിയിൽ താങ്ക് യു പറയാം കേട്ടോ, അത് ഞാൻ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മളിങ്ങനെ മൈൻഡ് സെറ്റിൽ താങ്ക് യു എന്നുള്ള കാര്യം നമ്മളിങ്ങനെ ഓർത്തെടുത്തോണ്ടിരിക്കുമ്പോൾ മെല്ലെ മെല്ലെ നമ്മൾ എന്ത് ചെയ്യും, വാക്കുകളിലൂടെ അത് പ്രവർത്തിക്കും അല്ലെ. നമ്മുടെ ചിന്തകളാണ് എന്തായിട്ട് മാറുന്നത്, വാക്കുകളായിട്ട് മാറുന്നത്. നമ്മുടെ വാക്കുകളാണ് എന്തായിട്ട് മാറുന്നത്, ആക്ഷൻസ് ആയിട്ട് മാറുന്നത്. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ഭാവി തീരുമാനിക്കുന്നു അല്ലെ, ഡെസ്റ്റിനി ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഫസ്റ്റിലെ നമ്മൾ ചിന്തകളിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളിലും താങ്ക് യു അല്ലെങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കും. ഇപ്പൊ നമ്മള് ചില സമയത്ത് ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ ആ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്തോ എന്റെ കൺട്രോള് വിട്ടുപോയി, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാറുണ്ട്. അപ്പം ഞാനായിരുന്നെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ മുൻപ് ഞാൻ പറയുന്ന കാര്യങ്ങളിലോ ചിന്തിക്കുന്ന കാര്യങ്ങളിലോ എനിക്കൊരു ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തതിന്റെ ശേഷമാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും പറയുന്ന കാര്യങ്ങളിലും ഒക്കെ ഒരു ഫ്ലോ കിട്ടിയത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ചിന്തകളിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് മെല്ലെ മെല്ലെ വേർഡ്സിലൂടെ വരും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് വേറെ രീതിയിലൂടെയും, അതായത് ജസ്റ്റ് താങ്ക് യു എന്ന് എഴുതുന്നതും താങ്ക് യു എന്ന് ചിന്തിക്കുന്നതും താങ്ക് യു എന്ന് പറയുന്നതിലും ഉപരിയായിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ നല്ല കാര്യങ്ങൾക്ക് അവരെ പ്രകീർത്തിക്കാം അല്ലെ, അതാണ് തോന്നുന്നു വേർഡ്. അതായത് നമ്മൾ ഒരാൾ നല്ല കാര്യം ചെയ്യുന്നുണ്ട്, അത് നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, ആ രീതിയിൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, അതും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ് അല്ലെ. അപ്പൊ അവിടെയും നമ്മൾ ഒരു പോസിറ്റിവിറ്റി ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ചിന്തകളിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു വരുമ്പോൾ വാക്കുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്രീസിയേഷൻ പോലെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് അവര് പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ അവർക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. നീ ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യട്ടോ, അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. കാരണം ആ ഒരു പ്രശ്നത്തിന് നമ്മൾ മനസ്സിലേക്ക് എടുത്തു, നമ്മൾ അതിനെ ചിന്തിച്ചു, നമ്മൾ അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു അല്ലെ. അവിടെയും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പൊ ഈ രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് മറ്റുള്ളവരിലും ഒരുപാട് രീതിയിലൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പോസിബിൾ ആകുന്നത് എപ്പോഴാണ്, നിങ്ങൾ ചിന്തകളിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. ഇനി ചിന്തകളിൽ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, എന്നും എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുന്നു. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു താങ്ക് യു, അതിന്റെ കൂടെ ഒരു താങ്ക് യു എഴുതുന്നു. ഈ രീതിയിൽ ദിവസം നമ്മളൊരു 10 നമുക്ക് എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് തന്നെ മാറും എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ചിന്തകളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിന്തകളിൽ നല്ല കാര്യങ്ങൾ മാത്രം, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള നല്ല കാര്യങ്ങൾ മാത്രം വന്നിരിക്കണം. പിന്നെ നമ്മളത് എഴുതി ഒരു 10 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 11ാമത്തെ ദിവസം നമുക്കൊരു എന്താ പറയാ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിച്ചവരെ നമുക്ക് കൊണ്ടുതരുന്നത് കാണാൻ പറ്റും. ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ ആവാനായി ഒരുപാട് പേര്
ഒരുപാട് റെസൊല്യൂഷൻസും ബക്കറ്റ് ലിസ്റ്റ് വിഷ് ലിസ്റ്റ് ഈ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യുന്നതും ഒരു പ്രാക്ടീസ് ആയിട്ട് കൊണ്ടുവരാം. അപ്പൊ പ്രാക്ടീസ് ആയിട്ട് കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള പ്രാക്ടീസ് ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറഞ്ഞ ഒരു മൈൻഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്. കാരണം നിങ്ങൾ ചില സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരിക്കും, ഇപ്പൊ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. ആ സന്തോഷത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടായിരിക്കും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ആസ്വാദനം കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മളെ മനസ്സിൽ ഒരു സന്തോഷത്തിന്റെ കാര്യങ്ങൾ വരുന്ന സമയത്താണ്. ഈ സന്തോഷത്തിന്റെ ഒരു എന്താ പറയാ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈന് പോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഡ്രിങ്ക് ചെയ്യാനാണ് റൂമി പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഡെയിലി മോർണിംഗ് എന്ത് ചെയ്യാണ്? ഇപ്പം ഫാരിഷ മാം എനിക്ക് തോന്നുന്നു ഹണി ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് ടാസ്കുകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം? മാനസികമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ താങ്ക് യു എന്നുള്ള ഒരു വൈന് നിങ്ങൾ എന്ത് കുടിക്കാം, രാവിലെ കുടിക്കാം. അപ്പൊ ഒന്നും ചെയ്യേണ്ട, ഞാൻ ജസ്റ്റ് ഒരു പ്രാക്ടീസ്, അതായത് മെന്റലി നമുക്ക് മെഡിറ്റേഷന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് പറഞ്ഞുതരാം. ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്തിട്ട് താങ്ക് യു പറയാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം, താങ്ക് യു, ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഈ രീതിയിൽ ഒരു പ്രാക്ടീസ് നിങ്ങളൊരു 5 ടൈംസ് ചെയ്താൽ മതിയായിരിക്കും. അതായത് ഡെയിലി മോർണിംഗ് എഴുന്നേറ്റിട്ട് ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുതരും, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പെരുമാറും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് മാജിക് ആണ് സംഭവിച്ചത് എന്ന്. അവിടെ ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്തു? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുത്തു. അപ്പൊ ഞാൻ റീഡിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, നമ്മളെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു റേഡിയോ മാതിരിയാണ്. അപ്പം റേഡിയോ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? നമ്മൾ റേഡിയോക്ക് ഏത് ഫ്രീക്വൻസി ആണ് വേണ്ടത് അത് നമ്മളിങ്ങനെ ട്യൂൺ ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ? റേഡിയോ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് അറിയാം അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ ഫ്രീക്വൻസി എന്ത് ചെയ്യാണ്? ട്യൂൺ ചെയ്ത് കൊടുക്കുകയാണ്. ഈ രീതിയിലാണ് നമ്മളെ മൈൻഡ്. അപ്പൊ നമ്മൾ രാവിലെ തന്നെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്യുന്നത്. കാരണം താങ്ക് യു പോസിറ്റീവ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹയർ ഫ്രീക്വൻസി ആണ് അല്ലെ? അപ്പൊ ആ രീതിയിൽ നമ്മൾ ട്യൂൺ ചെയ്തത് കൊണ്ട് തന്നെ അന്ന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു താളത്തില് ഭയങ്കര സന്തോഷത്തിൽ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. ഇനിയിപ്പൊ എന്തെങ്കിലും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ അവിടെ അതിന്റെ പിന്നിലുള്ള ബ്രില്യൻസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. കാരണം ഓരോ എനിക്ക് തോന്നുന്നു ഓരോ പരാജയങ്ങളും എന്താ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് പറയുന്നത്. അതായത് ഒരു മോട്ടിവേഷണൽ ആയിട്ട് കുറെ ആളുകൾ പറയാറുണ്ട് എന്ത് പ്രതിസന്ധികളൊക്കെ വരുന്നത് നല്ലതിനാണെന്ന്. പക്ഷെ ഇത് വെറുതെ മോട്ടിവേഷണൽ ആയിട്ട് പറയുന്നതിന് പകരം ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണെന്ന് അറിയാം. ഭയങ്കര സന്തോഷത്തില് ഇതിന്റെ പുറകിൽ എന്തോ ഒരു ബ്രില്യൻസ് ഉണ്ട്, അത് ഞാൻ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം തീർന്നു. ആ രീതിയിൽ ഒരു അടിപൊളിയായിട്ട് നമുക്ക് ആ പ്രതിസന്ധിയെ നോക്കി കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഇതൊക്കെ പോസിബിൾ ആകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ മോർണിംഗ് എഴുന്നേറ്റ ഉടനെ എന്ത് ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡിന്റെ വൈന് കുടിക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം? ഈ ഒരു രീതിയിൽ ഒരു ലൈഫിൽ തന്നെ അല്ലെങ്കിൽ നമ്മളൊരു ഡേ ഫുൾ ആയിട്ട് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി പറ്റാം. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള വേറൊരു കാര്യമാണ് ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ട് ജീവിക്കാം. ജീവിതമല്ലേ, ഇങ്ങനൊക്കെ ആയിരിക്കും. ഇവിടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാന്ന് പറയുന്നത് എന്താണ്? ശരിക്കും അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഗ്രേറ്റ്ഫുൾ ആകുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എനിക്ക് ഡ്രസ്സ്, ഇനി ഞാൻ ഇവിടെ ചുറ്റും നോക്കുകയാണെങ്കിൽ എനിക്ക് ചെയർ, ലാപ്പ്, ബുക്ക്, പെന്ന്, ഈ രീതിയിൽ കൗണ്ട് ചെയ്യാൻ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതിൽ ഗ്രേറ്റ്ഫുൾ ആക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിന്റെ ടോൺ എങ്ങനെയല്ല, ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാം, ഈ രീതിയിലല്ല. അപ്പൊ നമ്മൾ ഉള്ളതിന് കുറെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് മെല്ലെ നമ്മളെ മാനസികമായിട്ട് നമ്മൾ ഇങ്ങനെ ഉയരാണ് അല്ലെ? അതായത് നമ്മളെ എനർജി ഇങ്ങനെ കൂടാണ്. അപ്പൊ നമ്മൾ നോക്കും, ഓക്കെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇല്ല, ഞാൻ ഇതിൽ എന്ത് വർക്കാണ് എടുക്കേണ്ടത് എന്ന രീതിയിൽ നമുക്കൊരു എനർജി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാരീരികമായിട്ടുള്ള എനർജി നമുക്ക് കിട്ടും. ശാരീരികമായിട്ട് എനർജി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയുള്ളൂ അല്ലെ? പക്ഷെ ഈ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ പുറകിലുണ്ട്. ആ മനസ്സിലേക്ക് നമ്മൾ ചിന്തകളായിട്ട് എന്താണ് കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചൊരു എനർജി കിട്ടും.
അപ്പൊ ശാരീരികമായിട്ട് മെല്ലെ മെല്ലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ശരിക്കും നമ്മൾ ഒരു മൊമെന്റിൽ അങ്ങനെ വിചാരിക്കുകയാണ്, ഓ വെറുതെ ഇരിക്കുകയാണല്ലോ, എനിക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് വിചാരിക്കുന്ന മൊമെന്റിലും നമ്മളെ ബോഡിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? എനർജി പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തും നമ്മളെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ ബ്രെയിനിൽ ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ അവിടെ വെറുതെ ഇരിക്കല്ല, എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട്. പക്ഷേ മാനസികമായിട്ടുള്ള ഈ ഒരു എനർജി അവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിക്കാണ്. കാരണം എന്താണ്? മാനസികമായിട്ട് നമ്മൾ അവിടെ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നെ കൊണ്ടൊന്നും പറ്റൂല, അല്ലെങ്കിൽ ഈ ലൈഫ് ഇങ്ങനൊക്കെ ആണ്, ഇതിലൊന്നും ഒരു സന്തോഷമില്ല എന്നുള്ള രീതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മാനസികമായിട്ട് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ അവിടെ ഒരു ഫ്ലോ അവിടെ സ്റ്റോപ്പ് ആയി. പക്ഷേ അവിടെ ഫ്ലോ കിട്ടാനും നമ്മൾ എന്ത് ചെയ്യാ? എന്റെ ചുറ്റും ഞാൻ എന്തൊക്കെ ഒബ്സർവ് ചെയ്യുന്നു, താങ്ക് യു പറയുന്നു. ആ രീതിയിൽ ഞാൻ വേണമെങ്കിൽ എന്റെ കൈ ഒന്ന് മൂവ് ചെയ്തിട്ട് ഞാൻ താങ്ക് യു എന്ന് എഴുതുന്നു, അല്ലെ? ഡെയിലി ഞാനൊരു 10 കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് എഴുതുന്നു. അപ്പൊ അവിടെ ഫ്ലോ ചെയ്തു. അതായത് എന്റെ മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഫ്ലോ ചെയ്ത് വന്നു. അപ്പൊ എനിക്ക് കൂടുതൽ എനർജി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ കോൺഷ്യസ് ലിവിങ്ങിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. കോൺഷ്യസ് ലിവിങ് ആണ് എല്ലാവരുടെയും അൾട്ടിമേറ്റ് ഗോൾ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരുപാട് പൈസയുള്ള അല്ലെങ്കിൽ ഒരുപാട് ലക്ഷറി ഉള്ള ആളുകളൊക്കെ ഈ പണത്തിന് പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ ഒന്ന് ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ അത്രയും എലവേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. കാരണം അവർ ജീവിതത്തിന്റെ പർപ്പസ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ ആയിട്ട് വെച്ചിട്ടുള്ളത് സന്തോഷം, സമാധാനം, ഗ്രാറ്റിറ്റ്യൂഡ് പോലെയുള്ള വാല്യൂസ് ആണ്. അവരൊരിക്കലും പണം അല്ലെങ്കിൽ ലക്ഷറി, ഇന്ന കാറ്, ഇന്ന വീട്, ഈ രീതിയിലുള്ള സ്ഥലങ്ങള്, ജോലികള്, ഇതൊന്നും ആയിരിക്കില്ല അൾട്ടിമേറ്റ് ഗോൾ ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കാം. അവരെനിക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ സമൂഹത്തിൽ നന്മ ചെയ്യാം, ഇതേ രീതിയിൽ വാല്യൂസ് സെറ്റ് ചെയ്തു. ആ വാല്യൂസിന് പുറകെ അവർ പോയ സമയത്താണ് അവർക്ക് ആ വാല്യൂസിലേക്ക് എത്താനുള്ള പണവും ലക്ഷറിയും ഒക്കെ വന്നു ചേർന്നിട്ടുള്ളത്. അപ്പൊ അവരെവിടെ എന്ത് ചെയ്തു? വാല്യൂ ആയിട്ട് കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം. കാരണം നമ്മളെ ക്രിയേറ്റ് ചെയ്ത, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് ക്രിയേറ്ററിന്റെ പ്രോമിസ് ആണ് എന്ത്? നിങ്ങൾ നന്ദി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ തന്നുകൊണ്ടിരിക്കും എന്നുള്ളത്. അപ്പം നന്ദി പറയുന്ന ആളുകളും നന്ദി പറയാത്ത ആളുകളും തമ്മിലുള്ള ഒരു ജസ്റ്റ് ഒരു വേർഡിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. നന്ദി ചെയ്യാത്ത ആളുകൾ ഇതൊക്കെ ഒരു വിധിയാണ്, ഇതിപ്പോ എന്റെ വിധിയായിരിക്കും, ഞാനിത് സഹിക്കാം എന്നായിരിക്കും. ഇനി ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എങ്ങനെയായിരിക്കും? ഇതൊക്കെ നിധിയാണ്, അല്ലെ? അതായത് ഞാനിപ്പോ ഇങ്ങനെ എന്റെ കുട്ടീനെ നോക്കിയിട്ട് വിചാരിക്കുകയാണ്, ഇതെനിക്ക് എന്നെ പടച്ചോൻ തന്ന നിധിയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പോസ് ചെയ്ത് ചിന്തിച്ചു നോക്കാം. ഓക്കെ, പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പൊ ഈ രീതിയിൽ വിധി എന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ നിധിയായിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ യു ആർ സക്സസ്ഫുൾ. നിങ്ങൾക്കിനി എന്ത് വേണമെങ്കിലും നേടിയെടുക്കാനുള്ള ഊർജമുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള വെൽബീയിങ് കൊണ്ട് തരുന്നുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കൊണ്ട് തരുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ എൻ്റെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ട്, ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഇവിടെ ഉണ്ട്. പക്ഷേ ഈ പുസ്തകത്തിനും ഈ വാക്കുകൾക്കും ഒക്കെ അപ്പുറം ഒരു അനുഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് ഫീൽ ചെയ്തത് കൊണ്ടാണ് ഞാൻ അത്രയും ഇതിനെ ഭംഗിയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് 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 നമുക്ക് അതിങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് കിട്ടും. നമ്മളെ മാനസികാവസ്ഥ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ പിന്നെ നാലാള് വന്നിട്ട് നിങ്ങളെ തെറി പറഞ്ഞാലും അവരോട് നിങ്ങൾ എന്താ പറയാ? താങ്ക് യു എന്നേ പറയുള്ളൂ. കാരണം നമ്മളുടെ മൈൻഡ് സെറ്റ് തന്നെ താങ്ക് യു ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? മാനസികമായിട്ടും ശാരീരികമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ, ഓഫീസിൽ, നിങ്ങൾ ജോലി സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങൾ ജീവിക്കുന്ന എല്ലാ ആസ്പെക്റ്റിലും സന്തോഷം, സമാധാനം ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു ചേരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ,
അപ്പോ ഇത്രയുമൊക്കെ ആയിരുന്നു എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. നമുക്ക് ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം എൻഡ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു സിൽഫത്ത് മാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ക്ലാസിന്റെ ഫീഡ്ബാക്കോ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ റേസ് ഹാൻഡ്. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ, ഷാഫി സർ. അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഹായ്, ഗുഡ് ഈവനിങ്. ഹായ്, വളരെ അവിചാരിതമായിട്ടാണ് ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ കയറിയിട്ടുള്ളത്. ഞാൻ റിൻഷനായുടെ സ്റ്റാറ്റസിൽ ലിങ്ക് കണ്ടപ്പോൾ കയറി. ഞാന് ഷെഹിലാസ് മൈൻഡ് കോച്ച് എന്ന് പറഞ്ഞ അവളുടെ ക്ലാസ് ആണെന്ന് ഞാൻ വെറുതെ കയറി വെച്ചപ്പോൾ റിൻഷിത ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എനിക്ക്. ഞാൻ പ്രതീക്ഷിച്ചില്ല റിൻഷിയാണ് ക്ലാസ് എടുക്കുന്നതെന്നൊന്നും. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഞാൻ എന്താ അറിയില്ല, ഞാൻ നേരത്തെ ക്ലാസ് കേട്ടിട്ടില്ല. പക്ഷെ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല നല്ല ഫ്ലോ ഉണ്ടായിരുന്നു, നല്ല കാര്യങ്ങളാണ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത് നല്ല ഒരു പ്രത്യേക പേഴ്സ്പെക്റ്റീവില് അതിനെ എന്ത് ചെയ്തു കേൾക്കാനൊക്കെ സാധിച്ചു. ഭയങ്കര സന്തോഷം. ഒരുപക്ഷെ ഞാൻ എന്താണ് ഇപ്പൊ ഞാൻ റിൻഷിനായുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് റിൻഷി ഹലോ, ബ്രേക്ക് ആയോ? റിൻഷിനായിരിക്കും. ഭയങ്കര, അതായത് നല്ല പ്രശ്നമില്ല. കേൾക്കുന്നില്ലേ? ഓക്കെ, ക്ലിയർ കേൾക്കാവോ? ആണ്. ക്ലിയർ ആണ്. ആ ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് എന്നാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് അവസാനമാണ് കയറി വെക്കുന്നത്, എന്നാൽ പോലും വളരെ ഒരുപാട് കാര്യങ്ങളിലൂടെ കുറച്ച് കുറച്ച് സമയം ഞാൻ കേട്ടേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ഫ്ലോയിൽ നല്ല രീതിയിൽ പറഞ്ഞു പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു ഷാഫി സർ. നെക്സ്റ്റ് സുൽഫത്ത് മാം. അസ്സലാമലൈക്കും. റിൻഷിന നല്ല ക്ലാസ് ആയിരുന്നു. ഷാഫി സാർ പറഞ്ഞ പോലെ ഒരു ഒഴുക്കിലെങ്ങനെ കേട്ടിരുന്നു പോയി. എന്റെ സമയം പോയതൊന്നും അറിഞ്ഞതേ ഇല്ല. എൻ- എന്തോ ഒരു ഭംഗിയിൽ ഇങ്ങനെ ക്ലാസ് എടുത്തോട്ടോ. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അതിങ്ങനെ എന്തോ ഒരു വൈബ്രേഷൻ നമ്മളിൽ ഉണ്ടാക്കി. നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തു റിൻഷിന്റെ ക്ലാസ്. ഓക്കെ, താങ്ക് യു സുൽഫത്ത് മാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ റേസ് ഹാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെഷൻ കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് ഫാരിഷ മാമിന് ഓവർ ചെയ്യാം. ഓക്കെ, ഓവർ ടു യു ഫാരിഷ മാം. അല്ലേ? യെസ്. ഓക്കെ, ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ട് അതിന്റെ ഒരു വൈബ്രേഷനെ ഇടുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു, ബട്ട് റിൻഷിന്റെ സെഷൻ കഴിഞ്ഞപ്പോ ഒന്നും പറയണ്ട. ഇപ്പൊ ഞാനും ഒരു ഹയർ വൈബ്രേഷൻ, ആറ്റിറ്റ്യൂഡ് വൈബ്രേഷനിലാണ് ഇരിക്കുന്നുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച് റിൻഷി. ഇത്രയും നല്ല രീതിയിൽ ഇത്രയും ഫ്ലോയില് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ കേൾക്കാൻ വന്നവർക്ക് ഇത്രയും മനോഹരമായിട്ട് ക്ലാസ് എടുത്തതിന് താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടെ ഉള്ളവരോട് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ വീക്ക് ഫ്രൈഡേ ടോക്ക് കണ്ടക്ട് ചെയ്തപ്പോ പറഞ്ഞിരുന്ന കാര്യമാണ്, ജഡ്ജ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി നിങ്ങളെ ഡയഗ്നോസ് ചെയ്തിട്ട് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് വരണം എന്നുള്ളത്. അതേപോലെ ഇനി അപ്കമിങ് 1 വീക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് അതായത് നമ്മളോട് ചെയ്യാനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. ബിക്കോസ് നമ്മൾ ഇത്രയും ആ ഒരു ഓർഗനൈസ്ഡ് ആക്കി സ്ട്രക്ചേർഡ് ആക്കി ഓരോ സംഭവങ്ങളും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ പിന്നിലും അത്യാവശ്യം എഫേർട്ട് ഉണ്ട്. അപ്പോ ഒരാളെ ലൈഫിലെങ്കിലും, നമ്മൾ ഒരുപാട് ആൾക്കാരെ ഭയങ്കര എന്താ പറയാ ഭയങ്കര മാജിക്കൽ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും, ലൈഫ് ഭയങ്കര അടിപൊളിയാക്കാന്നൊന്നും വാഗ്ദാനം ചെയ്യുന്നില്ല. ബട്ട് ഒരാളെ ലൈഫിലെങ്കിലും നമ്മൾ കാരണം ഒരു പരിവർത്തനം സംഭവിച്ചില്ലെങ്കിൽ ഇറ്റ്സ് മോർ ദാൻ ഇനഫ് ഫോർ അസ് എന്നുള്ളതാണ്.
അപ്പോ നിങ്ങള് റിൻഷിനോട് ചെയ്യാനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മളോട് ചെയ്യാനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അപ്കമിങ് 1 വീക്ക് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. റിൻഷി പറഞ്ഞ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. വീണ്ടും ഈ സെഷൻ എടുത്ത് കേൾക്കുക. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് ഇതിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി ഉണർത്താനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് അറിയിക്കുമ്പോഴാണ് പലപ്പോഴും മടിച്ചു നിൽക്കുന്ന ആൾക്കാരെല്ലാം അത് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനും ക്ലാസ് കേൾക്കാനുള്ള ഒരു ഇൻസ്പിറേഷനും അവർക്ക് ഉണ്ടാവുക. അപ്പൊ നിങ്ങളെ ഫീഡ്ബാക്ക് ആണ് ശരിക്കും നമ്മളൊരു ഫ്യൂവല്, നമ്മളെ നയിക്കുന്ന നിങ്ങളെ ഒരാളിൽ, ഓക്കെ ഫൈൻ, ഒരാളിലെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്കൊരു ഫ്യൂവലായിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി അടിപൊളിയായിട്ടും എന്താണ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ തരണ്ടേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കാം. അപ്പോ ആ രീതിയിൽ ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ റിൻഷി പറഞ്ഞ രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അത്ര സെഷൻസ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി. ബട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് റിൻഷി സെഷൻ എടുത്തെന്നുള്ളതാണ്. ഞാൻ ആളുടെ സെഷൻ ഞാൻ ഇത്രയും ഇങ്ങനെ ഞാൻ വാച്ച് ചെയ്യുന്നത് സത്യത്തിൽ ഇന്നാണ്. പിന്നെ ആളുടെ പൊട്ടൻഷ്യൽ എല്ലാം എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. ബട്ട് എന്തോ ഒരു ഭയങ്കര ഒരു ഫ്ലോയില് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡിനെ ഏതെല്ലാം രീതിയിൽ നമ്മളെ ഹൃദയത്തിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്റ്റലേഷൻ സാധിക്കും എന്നുള്ളത് ആള് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറുമ്പോൾ അതാണ് ട്രൂലി വിസ്റ്റമാറ്റിക് ആവാനും അതാണ് ലെഗസി ആയിട്ട് മാറാനുള്ളത് എന്നുള്ളതാണ്. അപ്പം റിയലി താങ്ക് യു സോ മച്ച് റിൻഷി. ആൻഡ് എല്ലാരോടും ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗ്രേറ്റ് ഡേ കഴിഞ്ഞല്ലേ, സോറി, ഇനിയിപ്പോ ഉറങ്ങാൻ പോക്കല്ലേ എല്ലാരും. അപ്പൊ ഇന്ന് രാത്രി മുതൽ സ്റ്റാർട്ട് ചെയ്യാ. കിക്ക് സ്റ്റാർട്ട് നൗ. ഓക്കെ, കിക്ക് സ്റ്റാർട്ട് നൗ. എന്ത് കാര്യം നാളെ ഇല്ല, മറ്റന്നാളെ ഇല്ല, എന്താ പറയാ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒന്നും ചിന്തിക്കേണ്ട. എന്ത് കാര്യങ്ങളും പരിവർത്തനം വരണമെങ്കിൽ യു ഷുഡ് കിക്ക് സ്റ്റാർട്ട് നൗ എന്നുള്ളതാണ്. ഇപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം തന്നെ ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ്, ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യേണ്ട ഗ്രൂപ്പിൽ പോയിട്ട് പെട്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. Okay, thank you so much, everyone. Bye.